ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നൊരു വീക്കെൻഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പം എന്താണ് ഒരു നാടൻ റെസിപ്പി ഉണ്ട് വീഡിയോയിൽ. അതേപോലെ പിന്നെന്താ മുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പി ഉണ്ട്. പിന്നെ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു അവക്കാഡോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് വീക്കെൻഡാണ്. അപ്പോൾ പയ്യെ എണീറ്റ് പയ്യെ പണിയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. അതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു കുറച്ച് ചീര മേടിച്ചത് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനത് തോരൻ വെച്ചു. പിന്നെ ഞാൻ ഓർത്തു വാവയ്ക്ക് കുറച്ചായിട്ട് ചിലപ്പോൾ ഞാൻ എടുത്തിട്ട് വേറെ നമ്മൾക്ക് കഴിക്കാൻ വേറെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിലും അവൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഇട്ട് ഞാൻ എടുത്ത് തോരനാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ കറി വയ്ക്കാം, പരിപ്പും ചീരയും കൂടി തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ പരിപ്പും തക്കാളിയും ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ചിലപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയമൊന്നുമില്ല തിരക്കിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ട് തേങ്ങ അരച്ച് താളിച്ചെടുക്കുകട്ടോ ചെയ്യണേ. ഇതിപ്പോൾ ചെയ്യണത് നമ്മൾ ചീര തോരൻ വെക്കില്ലേ, അതേപോലെ തോരൻ പോലെ ആക്കിയിട്ട് അതിലേക്ക് പരിപ്പൊക്കെ ഒഴിച്ച് തേങ്ങ അരച്ചിടുകട്ടോ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട്, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് തോരനകത്ത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവോള പിന്നെ നമ്മുടെ ഉണക്കമുളക് അത് ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുമൊക്കെ ഇട്ടിട്ട് അരിഞ്ഞു വെച്ചാണ് ചീരയും കൂടി ചേർക്കുക. ഒരുപാട് ചീരയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചീര മതി, കറിയല്ലേ. അപ്പോൾ ചീരയും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് ചീര ഒന്ന് വാടി വരാൻ പാകത്തിന് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ പരിപ്പും തക്കാളിയും വേവിച്ച് വെച്ചിട്ടില്ലേ, ആ വേവിച്ച് വെച്ചേക്കുന്നത് ഒന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ പല സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ കറിയിൽ അരപ്പിലേക്ക് ചേർക്കുന്നത് പല സാധനങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ എൻ്റെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ടാക്കും പോലെയല്ല ഓരോ ഇന്നും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ടാക്കുന്നത്. രണ്ടിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാറുണ്ട്. അതേപോലെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആദ്യ സമയങ്ങളിലൊക്കെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നോക്കാറില്ല എന്നല്ല കേട്ടോ. അപ്പോൾ അന്നേരം നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തെ ആൾക്കാരുടെ റെസിപ്പീസ് നോക്കുമ്പോൾ പലതും പല ഐറ്റംസാണ് ചേർക്കണത്. ഇപ്പോൾ അരപ്പിലൊക്കെ ഞാൻ പല വീഡിയോസ് കണ്ടാലും എനിക്കിഷ്ടമുള്ള പോലെ കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ കാണും, എന്നിട്ട് എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ ചെയ്യും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കട്ടയായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ലാത്തതാണ്. അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ എന്നാ വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, വേഗം സോഫ്റ്റായി വരും. പക്ഷേ മിക്സിയിൽ അതേപോലെ പോയിട്ട് ചൂടോടെ അടിക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കും കേട്ടോ. മുളക് പൊടി കാശ്മീരി ചില്ലി ഉപയോഗിക്കണേ, കാരണം ഇവിടെ കുറച്ച് മുളക് മതി, എരിവ് അധികം വേണ്ട. ഇതിപ്പോൾ രാവിലെ കേട്ടോ വോയിസ് ഓവർ കൊടുക്കണേ. വാവ എണീറ്റ് വന്നിരുന്നു എൻ്റെ അടുത്ത്, അതും ഇതൊക്കെ പറയട്ടെ. അതാ നിങ്ങൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കേൾക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി. അരപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ചെടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഞാൻ താളിക്കണില്ല കേട്ടോ, കാരണം ഞാൻ ആദ്യമേ കടുകൊക്കെ പൊട്ടിച്ച് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഒന്നോടെ താളിക്കണില്ല. ഇല്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് ഒന്ന് താളിച്ച് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കറി
അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. എനിക്കറിയാം എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇൻ കേസ് ആരെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്, കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്കങ്ങനെ ചെടി നോക്കാൻ അറിയണ്ടായില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് നല്ല രസമല്ലേ പച്ചപ്പ് വീടിനകത്തിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെടി അനിയത്തി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് പിടിപ്പിച്ചിട്ടുണ്ട്. അനിയത്തി കൊണ്ടുവന്നതുണ്ട്. പിന്നെ കുറച്ച് ചെടി നമ്മളിവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറി മാത്രമല്ലേ വെച്ചോളൂ, എന്തെങ്കിലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കി മുട്ട ഇരിപ്പുണ്ടാവുന്ന മുട്ട കൊണ്ട് ഷക്ഷൂക്കയില്ലേ റെസിപ്പി, പക്ഷെ അതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി ഒന്നുമല്ല, അതേപോലത്തെ തന്നെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ ഷക്ഷൂക്ക എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ പേരെന്നൊക്കെ. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏട്ടൻ്റെ മമ്മി അങ്ങനെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ല അതിന് പേരങ്ങനെയാണ്, അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാവുമെന്നും അറിയില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയത്. ഞാൻ മമ്മിയുടെ റെസിപ്പിയും എക്സാക്റ്റ് ഫോളോ ചെയ്യണില്ല, അതേപോലെ ഇങ്ങനെ ഈ ഷക്ഷൂക്കേൻ്റെ റെസിപ്പി നോക്കിയിട്ട് അതും അല്ല കേട്ടോ ചെയ്യണം. എനിക്ക് ഇഷ്ടമുള്ളൊരു രീതിക്കാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു പാൻ വെച്ച് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി സവോള പിന്നെന്താ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി. ഇതും കാശ്മീരി ചില്ലി ആയിട്ട് ചേർക്കണം, എരിവ് വേണ്ടാത്തതുകൊണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണിൽ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ പൊടിയുടെയൊക്കെ പച്ചമണം മാറണോടെ വരെ വഴറ്റുക. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി സവോളേനേക്കാൾ കൂടുതൽ തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കണേ, കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളി മസാലയുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് നല്ലപോലെ തക്കാളി ഉടഞ്ഞു എന്നോട് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തക്കാളി ഉടയണേ, എന്നാലേ നല്ല ടേസ്റ്റുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഇച്ചിരി അധികം ഡ്രൈ ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഇച്ചിരിയോടെ വെള്ളം വേണമെന്നുള്ളത് കാരണം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട്, വാവയുടെ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കേൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ കുറച്ച് ഡ്രൈ ആയിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പാകത്തിന് കൺസിസ്റ്റൻസിയിൽ എത്രയാണോ വേണ്ടത് ആ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞങ്ങളിവിടെ 4 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മുട്ടയൊന്ന് കുക്കാവണോടെ വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വേഗം തന്നെ ആവും, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ എന്ന് വെച്ചാൽ, ഇപ്പം ചിലർ മീൻകറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കില്ല, ചിലർ കഴിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ്, പക്ഷേ അങ്ങനൊരു ഗ്യാപ്പൊന്നും വരണില്ല. എങ്കിലും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വാവക്കും നല്ല ഇഷ്ടപ്പെട്ടു, അവളും കഴിച്ചായിരുന്നു. ചോറൊന്നുമില്ല, കറി മാത്രം ഇങ്ങനെ വാരി വരുത്തുന്നതായിരുന്നു. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടന്നേക്കാണ്. അപ്പോൾ ആദ്യമേ തന്നെ സോഫക്ക് മുന്നേ വിരിച്ചിരുന്ന വിരിയല്ല കവറ് അഴുക്കായിട്ടുണ്ടായി. വാവ ഫുഡൊക്കെ കഴിക്കണമല്ലേ, അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കവർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ കവർ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ലാസ്റ്റ് വ്ളോഗിൽ കേട്ടോ. മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് നല്ല കവറാട്ടോ. അത് ഇടുമ്പോൾ തന്നെ റൂമിന് ഒരു തെളിച്ചം കിട്ടും, അതേപോലെ ഒരു
ഭയങ്കര നീറ്റായ ഫീല് തോന്നും. അതേപോലെ തുണി നല്ല സോഫ്റ്റാണ് അതിൻ്റെ. നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതിൽ തൊടുമ്പോഴൊക്കെ നല്ലൊരു സോഫ്റ്റായ മെറ്റീരിയലാണ്. അപ്പോൾ അത് നല്ലതാട്ടോ. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വ്ളോഗിലും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് വാങ്ങിച്ചോന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. പിന്നെ ഞാൻ സാധാരണ വീക്ക്ലി വൺസ് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ലാസ്റ്റ് വീക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ചാക്കി റൂമൊക്കെ അടിച്ച് വാരി തുടച്ച് ക്ലീനാക്കി ഇട്ടോട്ടോ. അതിന് ശേഷം വൈകിട്ടായപ്പം കഴിഞ്ഞ ദിവസം ഗ്രോസറി വാങ്ങാൻ പോയപ്പോൾ കുറച്ച് മാംഗോ കിട്ടിയായിരുന്നു. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അപ്പോൾ അങ്ങനെ മാങ്ങാപ്പഴം ഇരുന്നത് ചെത്തി വാവയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് എപ്പോഴും അല്ല, ഡെയിലി എന്തെങ്കിലും ഒരെണ്ണമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മാങ്ങയുള്ള കാരണം മാങ്ങ ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് അവക്കാഡോയുടെ. അതാട്ടോ ഇത്. നമുക്കൊരു നല്ല പഴുത്ത അവക്കാഡോ എടുത്ത് ഒന്നത് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക്, ഒരു പാകത്തിന് എരിവിന് കുരുമുളക് പൊടി, കുറച്ച് സവാള, ഒരര മുറി സവാള മതി, ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ നമ്മുടെ അവക്കാഡോ മിക്സ് ചേർക്കുക. മിക്സ് ഒരു ബ്രെഡ് സ്ലൈസിൽ വെച്ചിട്ട് പിന്നെ ഒരു മുട്ട, ബുൾസൈയോ ഓംലെറ്റോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു മുട്ടയും കൂടി വെച്ചിട്ട് അടുത്ത ബ്രെഡ് വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ സാധാരണ സാൻഡ്വിച്ച് അങ്ങനെ കഴിക്കുന്ന ആളല്ല, പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാൻഡ്വിച്ച് നമുക്കായിട്ട് കഴിക്കണ്ടെങ്കിലും ഈ അവക്കാഡോൻ്റെ ആ മിക്സില്ലേ അത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പും കുരുമുളക് ഇട്ട്, നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു നല്ല ചായ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പോൾ അതായിരുന്നു വൈകുന്നേരത്തെ ചായക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.